കൊടിയേറ്റ്. രാജേഷ് ജി നമസ്തേ. ഈ എല്ലാ അമ്പലങ്ങളിലും കൊടിയേറ്റിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പഴയ കാലങ്ങളിൽ ഈ ചില അമ്പലങ്ങളിൽ കൊടിയേറ്റിന് ധ്വജസ്തംഭം ഇല്ലാതിരിക്കുന്ന അമ്പലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ ഈ കമുക് അല്ലെങ്കിൽ ഇങ്ങനെ ആ ഉത്സവ സമയങ്ങളിൽ വരുന്ന കൊടികൾക്ക് അവിടെ ഒരു ഗ്രൂപ്പ് അതിനു വേണ്ടി ഭയങ്കര ആക്റ്റീവായിരിക്കും. അത് അവിടെ ഒരു ഉത്സവത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമായിട്ട് മാറുന്ന സംഭവമാണ്. ഈ കൊടി ഇറക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു വർഷം കഴിഞ്ഞല്ലോ എന്ന ചിന്താഗതിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ ചില കൊടിയേറ്റൽ അമ്പലങ്ങളിൽ ഭയങ്കരമായ പ്രാധാന്യമുണ്ട്, അതുപോലെ ഒരു പവിത്രതയും അതിൻ്റേതായിട്ടുള്ള ഒരു ഐശ്വര്യവുമുണ്ട്. ചില അമ്പലങ്ങളിൽ ഇതൊന്നുമില്ല, പൂർണ്ണമായി ഒരു ധ്വജസ്തംഭമുണ്ട്. ഈ കൊടിയേറ്റിന് പൂർണ്ണ ധ്വജസ്തംഭം ഉണ്ടെങ്കിൽ തന്നെ ഈ കൊടിയേറ്റ സമയത്ത് കൊടി ഇറക്കം കാണുമെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഇങ്ങനെ കുറേ തെറ്റിദ്ധാരണകളും മിഥ്യാധാരണകളും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ കൊടിയേറ്റ്. ഒന്ന് പറയാമോ? ഉത്സവങ്ങളിൽ ധ്വജാതി ഉത്സവമുള്ള ക്ഷേത്രങ്ങളിലാണ് കൊടിയേറ്റ് നിർബന്ധമായിട്ടുള്ളത്. ഓക്കെ. എല്ലാ ക്ഷേത്രങ്ങൾക്കും കൊടിയേറ്റ് നിർബന്ധമല്ല. കൊടിയേറ്റുകയും പള്ളിവേട്ടയോ ആറാട്ടോ കൂടാതെ കൊടിയിറക്കുകയും ചെയ്യുന്ന ക്ഷേത്രങ്ങളും കൊടിയേറ്റി ആറാട്ട് മാത്രം ഉള്ള സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ പല സ്ഥലത്തും ദിക്ക് കൊടിയേറ്റമുണ്ട്. മതിൽക്കെട്ടിന് വെളിയിൽ കൊടിയേറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ആറന്മുളയൊക്കെ പോയാൽ നമുക്ക് പുറത്ത് മതിലിന് പുറത്തൊരു കൊടിയേറ്റൊക്കെ ഉണ്ട്. അത് ദേശവാസികൾക്ക് ഉത്സവമായി എന്നുള്ള ഒരു അറിയിപ്പ് കൊടുക്കാനൊക്കെ ആയിട്ടാണ്. ഈ സാധാരണഗതിയിൽ ക്ഷേത്ര ചൈതന്യം മതിൽക്കെട്ടിനുള്ളിൽ വ്യാപിച്ചിരിക്കുന്നു എന്നാണ് സങ്കല്പം. ഒരു ഉത്സവ ചടങ്ങ് വരുമ്പോൾ ഈ ചൈതന്യത്തെ നമ്മൾ ഗ്രാമത്തിലേക്ക് വ്യാപിപ്പിക്കുകയാണ്, ഗ്രാമത്തിൻ്റെ അതിർത്തി വരെ വ്യാപിപ്പിക്കുകയാണ്. ആ സങ്കല്പത്തിലാണ് കൊടിയേറ്റം ചെയ്യുന്നത്. എല്ലാ ധ്വജസ്തംഭത്തിലും അതത് ദേവൻ്റെ വാഹനം പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ടാവും. അത് കൂടാണ്ട് തന്നെ അഷ്ടദിക്പാലകരുണ്ടാവും. അതിലെ കൊടി എന്ന് പറയുന്ന സ്തംഭത്തിന് ആ ദണ്ഡിന് പറയുന്നത്, ദണ്ഡിന് സുബ്രഹ്മണ്യനായിട്ടാണ് ദണ്ഡിനെ സങ്കല്പിക്കുന്നത്. സുബ്രഹ്മണ്യൻ്റെ ചൈതന്യമാണുള്ളത്. പിന്നെ വായു, സദാസമയത്തും വായു എന്ന് പറയുന്ന ഭൂതത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊടിയേറ്റിൻ്റെ സമയത്ത് ദിക്പാലകരിലെ ആദ്യത്തെ ആളായിട്ടുള്ള ഇന്ദ്രനെയും ദണ്ഡിലെ സുബ്രഹ്മണ്യനെയും വായുവിനെയും പൂജിച്ചിട്ടാണ് ത്രിസ്ഥാന പൂജ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ. അതാണ് ഒരു കൊടിയേറ്റിൻ്റെ ചടങ്ങെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ഭാഗം. പിന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ കൊടിയുടെ ശുദ്ധി, കൊണ്ടുവരുന്ന കൊടിക്കൂറ, അത് മണ്ഡപത്തിൽ കൊണ്ടുവച്ചിട്ട് ഒരു പുണ്യാഹമൊക്കെ ചെയ്ത് ഗണപതി നിവേദിച്ച് പുണ്യാഹം ചെയ്ത് കൊടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു വെച്ച് കെട്ടും. മണി, മാല ഇത്യാദി സാധനങ്ങളെല്ലാം ചേർത്ത് വെച്ച് കെട്ടി കൊടിയെ ഒന്ന് നവീകരിക്കാൻ തന്ത്രത്തിലൊരു ഭാഷയുണ്ട്, നവീകരണം. ശോഷണാദി 5 എന്നൊക്കെ പറയും. അതായത് പുനരുപയോഗിക്കാം എന്ന് വിചാരിക്കുന്ന എല്ലാ വസ്തുക്കളെയും എം മുതൽ ശോഷണം, ദഹനം, പ്ലാവനം, കാഠിന്യം, സുഷിരീകരണം എന്ന് പറയുന്ന 5 തരത്തിലുള്ള ഒരു പ്രാണായാമ പ്രക്രിയയിലൂടെ ഒരു പുല്ലെടുത്ത് പിടിക്കുക, എം എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് പ്രാണായാമം ചെയ്യുന്നു. അപ്പം അതിലെ ഭൂതങ്ങളെല്ലാം തടുത്തു കൂട്ടുന്നു. രം എന്ന് പറയുന്ന മന്ത്രം കൊണ്ട് പ്രാണായാമം ചെയ്യുമ്പോൾ അത് അഗ്നി ജ്വലിപ്പിച്ച് കളയുന്നു. പിന്നെ വെള്ളം കൊണ്ട് അതിനെ കഴുകുന്നു, വീണ്ടും അതിനെ പുനഃസൃഷ്ടി ചെയ്യുന്നു. ഇങ്ങനെ എടുക്കുന്ന പ്രോസസ്സിന് പറയുന്നത്. അപ്പോൾ ഒരു കുട ആണെങ്കിലും ഒരു വസ്തു ആണെങ്കിലും പട്ടാണെങ്കിലും എന്തും നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ശോഷണാദി 5 എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. വീണ്ടും ഉപയോഗിക്കേണ്ടാത്ത ഒരു വസ്തുവിന് ശോഷണാദി 3 മതി. ഉദാഹരണം പറഞ്ഞാൽ അഭിഷേകത്തിന് എടുക്കുന്ന മഞ്ഞപ്പൊടി, അതിനൊക്കെ 3 മതി. ശോഷണം, ദഹനം, പ്ലാവനം വരെ മതി. അഗ്നിയായിട്ട് ബന്ധപ്പെട്ട ഏത് വസ്തുവിനും ശോഷണവും ദഹനവും മതി. അഗ്നിയുടെ സങ്കല്പത്തിൽ ദഹനം വരെയുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായി നീരാഞ്ജനം, ഇതൊക്കെ ശോഷണവും ദഹനവും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ക്രിയയെല്ലാം അതിന് ചെയ്തതിന് ശേഷം ഈ കൊടിക്കൂറയ്ക്ക് പുണ്യാഹം ചെയ്ത് കൊടിക്കൂറയെ നമ്മൾ ശ്രീലകത്തേക്ക് എഴുന്നള്ളിക്കും. ശ്രീലകത്ത് വെച്ച് ഈ ദേവെങ്കിൽ ഒരു പൂജയായിട്ട് മുഴുവൻ കഴിക്കും. ചിലപ്പോൾ ഒരു നേദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒരു സർവരസമയ മർഖ്യം എന്ന് പറഞ്ഞൊരു, ഓരോരുത്തരുടെ പക്ഷം അനുസരിച്ചും ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ചുമൊക്കെ ഈ പ്രോസസ്സ് വ്യത്യാസമുണ്ട്. സാധാരണഗതിയിൽ ദേവൻ്റെ കയ്യിൽ നിന്നൊരു അനുജ്ഞ വാങ്ങി ഈ കൊടിക്കൂറയിലേക്ക് ചൈതന്യത്തെ ആവാഹിക്കുകയാണ്. കൊടിക്കൂറയിൽ ഒരു വാഹനം ഉണ്ടാവും, വാഹനത്തെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും. ആ വാഹനത്തിൽ ഒരു കൂർച്ചം കൂടി വെച്ചിട്ടുണ്ടാവും. ഈ കൂർച്ചത്തിലേക്കാണ് നമ്മൾ സാധാരണ ആവാഹിക്കുന്നത്. ഇത് എഴുന്നള്ളിച്ച് പാണി കൊട്ടി, അതായത് ദേവചൈതന്യം അകത്തുനിന്ന് പുറത്തേക്ക് എഴുന്നള്ളണമെങ്കിൽ പാണി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. പാണി 2 തരത്തിലുണ്ട്. ഒന്ന് മരപ്പാണി, രണ്ടാമത് തിമിലപ്പാണി. മരപ്പാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തേക്ക് വലിയ കലശങ്ങൾ എഴുന്നള്ളിക്കുക. അതുപോലെ തന്നെ ജീവോദ്വാസന കഴിഞ്ഞ് ജീവോദ്വാസനയ്ക്ക് വേണ്ടിയിട്ടുള്ള അനുജ്ഞാകലശം ആടുക. ഇങ്ങനെയുള്ള വലിയ പ്രോസസ്സിനെല്ലാം വലിയ പാണി, ഉത്സവബലി, അതിനൊക്കെ വലിയ പാണി തന്നെ വേണം. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചെറിയ പാണി എന്ന് പറയും. തിമില കൊണ്ട് കൊട്ടുന്ന പാണി കൊട്ടിച്ച്
ഇതിനെ നമ്മൾ എഴുന്നള്ളിക്കും. മേശാന്തിയുടെ കയ്യിൽ കൊടുത്ത് അപ്പോൾ അതിനൊക്കെ ദാനവും ഒക്കെ ഉണ്ട് അതിനിടയ്ക്ക്. അതായത് മുഹൂർത്തം ഒന്നും സാധാരണ കൊടിയേറ്റുകൾക്കൊന്നും മുഹൂർത്തം അങ്ങനെ വേണം നിർബന്ധമൊന്നുമില്ല. മുഹൂർത്തം എടുക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ആ മുഹൂർത്തം ഇല്ലാതെയാണ് ചെയ്യുന്നതെങ്കിൽ മുഹൂർത്ത പ്രായച്ചിത്തം ചെയ്യണം. വേറൊരാൾക്കൊരു വെറ്റിലടയ്ക്ക പണത്തോടുകൂടി ദാനം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ശുഭമുഹൂർത്തമസ്തു എന്നൊരു അനുഗ്രഹം വാങ്ങണം. പിന്നെ അതല്ലാത്ത പക്ഷം നമ്മൾ അല്ലെങ്കിലും നമ്മൾ ഒരാൾക്കൊരു ദാനം കൊടുത്ത് ഒരു ഗോദാനം എന്ന് പറയും. പശുക്കുട്ടിക്ക് തുല്യമായ സംഖ്യ കൊടുക്കണമെന്നാണ്. അതൊക്കെ ചെറിയ ചെറിയ നാമമാത്രമായ സംഖ്യയിൽ അതൊക്കെ ഒതുക്കും. ഇത്രയും കൊടുത്ത് ഈ കൊടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ഒരു ഭദ്രപീഠത്തിൽ വെച്ച് കൊടിമരച്ച വീട്ടിൽ ഗണപതിയൊക്കെ നിവേദിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ ശോഷണാദി ക്രിയകളെല്ലാം കൊടിമരത്തിനും ബാധകമാണ്. ഇതൊക്കെ ചെയ്തതിന് ശേഷം ത്രിസ്ഥാന പൂജ കഴിക്കും. ത്രിസ്ഥാന പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഈ പൂജ വാഹനത്തിനെ പൂജിക്കണം. സ്നാനകാലം വരുമ്പോൾ, അതായത് പൂജയിൽ ഉപചാരങ്ങളിൽ അർഘ്യം, പാദ്യം, ആചമനം, മധുവർക്കം, പുനരാചമനം, സ്നാനം, അപ്പോൾ ദേവൻ കുളിക്കുന്ന ഒരു ഘട്ടം വരും. ആ ഘട്ടത്തിലാണ് നമ്മൾ ശ്രീലകത്തൊക്കെ കലശാടുന്നത്. വെറുതെ വെള്ളം കോരി ഒഴിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ സ്നാനം വരെ പൂജിച്ച് വെച്ചിട്ട് വേണം ഈ കലശാടാനൊക്കെ. അതുപോലെ തന്നെ സ്നാനം വരെ പൂജിച്ചിട്ട് വേണം കൊടിയേറ്റാൻ. കാരണം അമൃതവർഷമാണ് ഇതിൽ നിന്ന് ഉണ്ടാവേണ്ടത്. അപ്പം ആറാട്ടിന് തുല്യമായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് ഈ അമൃതവർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൊടി വലിച്ചു കയറ്റി ബാക്കി പൂജ മുഴുമിപ്പിച്ച് വാഹനത്തിന് നിവേദിച്ച് അവിടെ തന്നെ തൂവി ഈ പ്രധാന ദേവതകൾക്കെല്ലാം തന്നെയും നിവേദ്യം മാത്രമേ ഉള്ളൂ. തൊട്ട് താഴെ രജോഗുണയുക്തമായിട്ടുള്ള ഏത് ദേവതയ്ക്കും നേദ്യവും തൂവലും ഉണ്ട്. കുറച്ചുകൂടെ അങ്ങ് പോകുന്ന ദേവതകൾക്ക്, പരിവാരമൂർത്തികളായിട്ട് പോകുന്ന ദേവതകൾക്ക് തൂവൽ മാത്രം. അങ്ങനെയാണ് വ്യവസ്ഥ. ഇത് ഇത്രയും ചെയ്തതിന് ശേഷമാണ് കൊടിയേറ്റി കൊടി വലത്തോട്ട് കറക്കി ചുറ്റി ഉറപ്പിക്കുകയാണ്. അപ്പോൾ കൊടി ഉറപ്പിക്കുമ്പോൾ അവിടെ ആല്, മാവ്, ദർഭ ഇത്യാദി വസ്തുക്കളെ കൊണ്ട് അതിനകത്ത് ആ കെട്ടിനുള്ളിൽ അത് നിർത്തും. അതായത് ഗ്രാമ്യമായ വൃക്ഷങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ വൃക്ഷമാണ് മാവ്. ആരണ്യ വൃക്ഷങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമാണ് ആല്. ആ ആരണ്യത്തിൽ നിന്ന് ഗ്രാമ്യവും ഗ്രാമ്യത്തിൽ നിന്ന് ബ്രാഹ്മണ്യവുമാണ്. അപ്പം 3 സംസ്കാരങ്ങളെ പ്രതിനിധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദർഭയും മാവിൻ്റെ ഇലയും ആലിൻ്റെ ഇലയും നമ്മളിതിന് ഉപയോഗിക്കുന്നത്. അല്ലാതെ ആളുകൾ ഇതിന് എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ആലും മാവും കൂടുമ്പോൾ ആത്മാവാണത്രേ, അങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അതൊന്നും അല്ല അതിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്തിനും ഉപയോഗിക്കുന്നതിന് കാരണം ഇതാണ്. ശാസ്ത്രീയമായിട്ട് അതിൻ്റെ കറ കൊണ്ട് എന്തെങ്കിലും കലശത്തിലിടുമ്പോൾ അതിൻ്റെ കറ അതിലേക്ക് വരുന്നു എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത്. അതൊക്കെ എന്തോ ആട്ടെ. പക്ഷേ അതിൻ്റെ സങ്കല്പം ഇതാണ്. 3 സംസ്കാരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഗ്രാമ്യം, ആരണ്യം, ഗ്രാമ്യം, ബ്രാഹ്മണ്യം. ഈ 3 കാര്യങ്ങളെയാണ്, സംസ്കാരങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് കൊടിയേറ്റിൻ്റെ ഒരു ചടങ്ങെന്ന് പറയുന്നത്. കൊടിയേറ്റുന്നതോട് കൂടിയിട്ട് ദേവൻ്റെ ചൈതന്യം ഒരു ഗ്രാമത്തിലെ ആ പരിധി മുഴുവനും വ്യാപിക്കുന്നതായിട്ടാണ് സങ്കല്പം.